അഞ്ചാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ലീറാങ്ങിനെയാണ്. വയ്യാത്തത് കാരണം ഇതുവരെ ഉറക്കം പോലും എഴുന്നേറ്റിട്ടില്ല. അവന്റെ കൂടെ നിന്ന് അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് യോഹിയായിരുന്നു. ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് രണ്ടെണ്ണം ദേ അപ്പുറത്ത് മാറുന്നിപ്പുണ്ട്. എന്നാൽ ഇവൻ എന്തായിരിക്കും എഴുന്നേൽക്കാത്തത്? ഇനി ശരിക്കും ഇവന് വല്ല അസുഖമുണ്ടോ? എനിക്ക് തോന്നുന്നതേ അവൻ ഉണർന്നു കിടക്കുവന്ന നാണക്കേട് കൊണ്ട് എണീക്കാത്തതായിരിക്കും. മിക്കവാറും ഇവൻ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുവാണെന്നാ തോന്നുന്നത്. യോഹി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതും രണ്ടെണ്ണവും കൂടി ഓടി ലീറാങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. ഡാടാ എണീക്കടാ എണീക്ക്. അവന്മാർ എത്ര വിളിച്ചിട്ടും എണീക്കില്ല എന്ന് വാശി കിടക്കുകയാണ് ലീറാങ്. വേറൊന്നും കൊണ്ടല്ല, ഒടുക്കത്തെ നാണക്കേട്. മാനം പോയില്ലേ. ഇതിന്റെ ഇടയ്ക്ക് ഷിന്നാണെങ്കിൽ ലീറാങ്ങായിട്ട് അഭിനയിക്കുവാണ്. ലീറാങ് അവള് ശരിക്കും ഒരു മത്സ്യകന്യയാണോ? 9 വാലുള്ള കുറുക്കന്മാരുടെ വംശത്തിലേക്ക് ഒരു കടൽ ജീവിയെ കൊണ്ടുവരാൻ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായടാ? നിങ്ങൾ വന്ന് മഹാ ചീത്തയാക്കിട്ടിരിക്കുക ചേട്ടാ. എപ്പോ നോക്കിയാലും വംശം ജാതി കുലം എന്തോ ഇത്. ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും കൂടി ലീറാങ്ങിനെ ശരിക്കും ഇട്ട് മൂപ്പിക്കുവാണ്. ഒടുക്കം സഹി കേട്ടതും അവൻ ചാടി എഴുന്നേറ്റു. രണ്ടെണ്ണത്തെയും അടിച്ചവിടെ നിറക്കിയതും യോഹി വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നു. അവൻ ഉണർന്നെന്ന് കണ്ടതും അവൾ സന്തോഷത്തോടെ ഓടി വന്ന് അവന്റെ നെറ്റിയിൽ കൈവച്ച് നോക്കി. പനി പോയോന്ന് അറിയണ്ടേ? ആദ്യം ഒന്ന് സ്റ്റക്കായി പോയെങ്കിലും അവൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. നീ എന്തിനാ കിണറ്റിൽ ചാടിയത്? അത് നിങ്ങൾ മരിക്കാറായോണ്ട് ചുമ്മാ ഓരോ കടങ്ങൾ ഉണ്ടാക്കി വെക്കാൻ. എന്തായാലും നീ എന്നെ സഹായിച്ചത് കൊണ്ട് തിരിച്ച് അതുപോലൊരു സഹായം ഞാനും ചെയ്യാം. പറ എന്ത് വേണം? അത് കേട്ടതും യോഹി കുറച്ചു നേരം ഒന്ന് ആലോചിക്കുന്നു. എനിക്ക് പ്രണയിക്കണം. മനസ്സിലായില്ല, എന്താണാവോ ഉദ്ദേശിച്ചത്? നീ പ്രണയിക്കണമെന്ന് കണ്ട് പറഞ്ഞില്ലേ? അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ആരെങ്കിലും കൊല്ലണമെങ്കിൽ പറ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമം മൊത്തം അടിച്ചു തകർക്കണോ? അതൊക്കെ ഞാൻ ഈസി ആയിട്ട് ചെയ്തു തരാം. അവന്റെ പറച്ചിൽ കേട്ട് അവൾ അന്തം വിട്ടിരുന്നു പോയി. അതൊന്നും വേണ്ട, എനിക്ക് ചെറിയ 7 ആഗ്രഹങ്ങളുണ്ട്, അത് മാത്രം സാധിച്ചു തന്നാ മതി. ഇതേ സമയം നമ്മുടെ ഷിന്ന് പുറത്തിരുന്ന് കരച്ചിലോട് കരച്ചിൽ. നീ കരയുവാണോ? ആദ്യമായിട്ടാ എനിക്ക് ഇവിടെ വന്നതിൽ ഇത്ര സന്തോഷം തോന്നുന്നത്. നമ്മുടെ ലീറാങ് എത്ര നല്ല മനുഷ്യനാണെന്ന് അറിയാൻ പറ്റിയില്ലേ? അത് നിന്നെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഇതുവരെ ആരെയും പ്രണയിക്കാത്തോണ്ടാ അവന്റെ സ്വഭാവം കാട്ടുമാക്കന്റെ ആയി പോയത്. എന്തായാലും ഞാൻ രണ്ടുപേരുടെയും പൊരുത്തം നോക്കട്ടെ. അതും പറഞ്ഞ് ഷിന്ന് ഒരു ബുക്ക് എടുത്ത് ലീറാങ്ങിന്റെ യോഹിയുടെ പേരെഴുതുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ ഫ്ലെയിം വെട്ടി നോക്കുവാണ്. രണ്ടുപേരുടെയും പേരുകൾ തമ്മിൽ 23% മാച്ചുണ്ട്. വെറും 23%? ഞാനും എന്റെ ഭാര്യയും തമ്മിൽ 99% മാച്ചുണ്ട്. ചുമ്മാ ഓരോ പൊട്ടത്തരം പറയാതടാ. ഞാനിപ്പോൾ എന്റെ ജിയെ ഒരുപാട് മിസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എവിടുന്ന് കുക്കൂന്നൊരു ശബ്ദം കേൾക്കുന്നത്. ലിയോണ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കിയതും അത് നമ്മുടെ ലീറാങ്ങിന്റെ കൂട്ടാളിയായിരുന്നു. നീ ഇവിടെ എന്ത് ചെയ്യുവാ? ഹായ്, നിങ്ങൾ എന്റെ ബോസിന്റെ സഹോദരനല്ലേ? ഇവിടെ ഗേറ്റ് ഉള്ളപ്പോൾ നീ എന്തിനാ മതിൽ ചാടാൻ നോക്കുന്നത്? ഞങ്ങൾ കൊള്ളക്കാരെ അങ്ങനെ ഗേറ്റ് ഒന്നും ഉപയോഗിക്കാറില്ല. നീ ഇങ്ങ് വന്നേ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ലിയോൺ ചോദിച്ചതും അയാൾ ഒരു പേപ്പർ എടുത്ത് അവന് നേരെ നീട്ടുന്നു. ഈ ഫോട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും കൈമാറിയിട്ടുണ്ട്. പിന്നെ അവനെ പറ്റി പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ജോസോണിലുള്ള ബാങ്കിന്റെ പുറകിലായിട്ട് ഒരു വലിയ വീടുണ്ട്. പാർക്ക് എന്ന വീട്ടുടമസ്ഥന്റെ പേര്. അയാളുടെ കയ്യിൽ ഒരുപാട് സ്വർണ്ണമുണ്ട്. ഈ മാസ്ക് ഇട്ട ആള് ചെയ്യുന്ന പണി എന്താണെന്ന് അറിയാവോ? ഈ വലിയ വലിയ പണക്കാരുടെ വീട്ടിൽ കയറി അവരുടെ കയ്യിലുള്ള സ്വർണ്ണമെല്ലാം അരിച്ചു പറക്കും. പക്ഷേ വിലപിടിപ്പുള്ള ഒരു സാധനവും എടുക്കില്ല. അവന് വേണ്ടത് ആ ജ്വല്ലറി ബോക്സ് മാത്രമാ. അതിനകത്ത് അവൻ എന്തോ ഒരു കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ലിയോൺ ഒന്നും മനസ്സിലാവുന്നില്ല താനും. ഇതേ സമയം യുങ്ക് ഏതോ ഒരു പണക്കാരന്റെ വീട്ടിൽ കയറി അയാളുടെ സ്വർണ്ണം മുഴുവൻ അരിച്ചു പെറുക്കുവാണ്. പക്ഷേ അവൻ തേടി വന്ന സാധനം മാത്രം കിട്ടിയില്ല. ഇനിയിപ്പോൾ താൻ എടുത്തുകൊണ്ടുവരുന്ന ബോക്സിൽ എക്സ്ട്രാ വല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഡയമണ്ട്, ഗോൾഡ്, അങ്ങനെ എന്ത് കിട്ടിയാലും അവൻ പാവപ്പെട്ടവർക്ക് മുഴുവൻ വീതിച്ചു കൊടുക്കും. വീണ്ടും അതുപോലെ ഒരു വലിയ വീട്ടിൽ കയറി ജ്വല്ലറി ബോക്സ് എടുക്കാൻ അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവനേക്കാളും മുന്നേ നമ്മുടെ ലിയോണും ഷിന്നും അതിന് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇതാണ് കിങ് ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ആളുടെ വീട്. ഇപ്പോ അയാളുടെ ഭാര്യ മകള് മാത്രമേ അകത്തുള്ളൂ. നല്ല സമയം, പെട്ടെന്ന് പോയി ആ ജ്വല്ലറി ബോക്സ് എടുത്തോണ്ട് വാ. ഞാനൊന്നുമില്ല, എന്റെ ലൈഫിൽ ഇതുവരെ ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അപ്പോ ഒരു പർവ്വതദേവനായ ഞാനത് ചെയ്യണമെന്നാണോ നീ പറയുന്നത്? അതും പറഞ്ഞ് ലിയോണ് നമ്മുടെ ഷിന്നിനെ ഉന്തി തള്ളി വിടുന്നു. വേറെ വഴിയില്ലാതെ ഷിന്നിനെ തന്നെ പോകേണ്ടി വന്നു. ഒരു കള്ളനെ പോലെ ഒളിച്ചും പാത്തും ഉരുണ്ട് മറിഞ്ഞൊക്കെയാണ് ആളുടെ പോക്ക്. ഇവിടെ അങ്ങ് ആരുമില്ലല്ലോ. ഇവനെ പിന്നെ നേരെ നടന്നു പോയാ പോരെ. എന്നാൽ ഇതെല്ലാം കുറച്ച് ദൂരെ മാറി നിന്ന് നമ്മുടെ മ്യൂക്കും കാണുന്നുണ്ടായിരുന്നു. ഇതേ സമയം അകത്തേക്ക് പോയി നമ്മുടെ ഷിന്നാണെങ്കിൽ ഒരു കള്ളനെ പോലെ പാത്ത് പതുങ്ങി ചെന്ന് ജ്വല്ലറി ബോക്സ് എടുക്കാൻ നോക്കിയതും പെട്ടെന്ന് ആരോ അവന്റെ തലയിലേക്ക് ഒരു തോക്ക് ചൂണ്ടുന്നു. വേറെ ആരുമല്ല, അത് നമ്മുടെ യൂൻഹു ആണ്. എന്നാൽ ആരാണെന്ന് അറിയാനായിട്ട് തിരിഞ്ഞു നോക്കിയതും യൂൻഹുവിനെ കണ്ട് അവൻ ഞെട്ടിപ്പോയി. യൂറി, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അവനത് ചോദിച്ചതും അവൾ ആ തോക്ക് വെച്ച് അവനൊരു ഒറ്റയടി. നിന്റെ അടവൊക്കെ കൈ തന്നെ വെച്ചാ മതി, നിനക്കൊരു മാറ്റവും ഇല്ല. അന്ന് ആദ്യമായിട്ട് നമ്മൾ കണ്ടപ്പോഴും ഇതുപോലെ തോക്ക് വെച്ചാ നീ എന്നെ ഭീഷണിപ്പെടുത്തിയത്. നമ്മുടെ പ്രണയത്തിന്റെ തുടക്കമേ തോക്കായിരുന്നു. അതും പറഞ്ഞ് അവന് യൂൻഹുവിനെ കെട്ടിപ്പിടിക്കാനായിട്ട് വന്നതും അവൾ അവന്റെ വയറിനിട്ടൊരു ഒറ്റ വെടി. ഇവിടെ അതിക്രമിച്ചു കയറുന്ന ആദ്യത്തെ ആളല്ല താങ്കൾ, നീയും കൂടി ചേർത്ത് 36ാമത്തെ ആളാ. അപ്പോ നീ യൂറിയല്ലേ? എന്റെ പേര് യൂൻഹു. സോറി മാഡം, ആള് മാറിപ്പോയി. എന്തിനാ സോറി പറയുന്നത്? അവളത് ചോദിച്ചതും അവൻ ആ പെട്ടിയും എടുത്തുകൊണ്ട് അവിടുത്തെ ഒറ്റ ഓട്ടമായിരുന്നു. തൊട്ട് പിറകെ വെടിയും വെച്ചുകൊണ്ട് യൂൻഹോയും അവന്റെ കാലിൽ തന്നെ കൃത്യമായിട്ട് വെടി കൊള്ളുകയും ചെയ്തു. ഷിന്നൊരു ഫോക്സ് ആയതുകൊണ്ട് തന്നെ ഈ മുറിവെന്നും അവന്റെ രോമത്തിൽ പോലും ഏൽക്കില്ല. അപ്പോഴേക്കും വെടിശബ്ദം കേട്ട് ഗാർഡ്സും പുറത്തേക്ക് വന്നിരുന്നു. യോ എന്റെ പള്ളിയെ, ചാറ പറാന്ന് വെടിപൊട്ടുകയാണ്. അവിടുന്ന് എങ്ങനെയാണ് ഓടി രക്ഷപ്പെട്ടതെന്ന് അവന് പോലും അറിയില്ല. ഇത്രയും വെടിയേറ്റിട്ടും അയാൾക്ക് എങ്ങനെ ഓടാൻ പറ്റുന്നു? അങ്ങനെ ജ്വല്ലറി ബോക്സ് കിട്ടിയതും രണ്ടെണ്ണം കൂടി അവിടുന്ന് ശരം വിട്ടതുപോലെ ഓടുന്നു. ആ വീട്ടിൽ ഞാൻ യൂറിയെ പോലൊരു പെണ്ണിനെ കണ്ടു. അവളെ ഞാനും കണ്ടിട്ടുണ്ട്. പിന്നെ എന്താ എന്നോട് പറയുന്നത്? അതിന് അവളുടെ വീടാണെന്ന് എനിക്കറിയില്ലല്ലോ. രണ്ടും കൂടി വഴക്കും കൂടി കൊണ്ട് ഓടുമ്പോഴാണ് മുഖം മൂടി ഇട്ടുകൊണ്ട്
മ്യൂങ് അങ്ങോട്ടേക്ക് വരുന്നത് അവർ കാണുന്നത്. അവരുടെ പ്ലാനും അത് തന്നെയായിരുന്നു. അതോടെ രണ്ടുപേരും രണ്ട് വഴി കൂടി. മ്യൂങ് നമ്മുടെ ലിയോണിന്റെ പുറകെയാണ് പോകുന്നത്. മുഖംമൂടിയിട്ടവൻ പുറകെ തന്നെ ഉണ്ടെന്ന് ലിയോണിനും അറിയാം. അവൻ അടുത്തെത്താറായതും ലിയോൺ അവനെ പഞ്ച് ചെയ്യാൻ പോയെങ്കിലും മ്യൂങ് പെട്ടെന്ന് തടയുന്നു. പിന്നീട് അങ്ങോട്ട് രണ്ടെണ്ണം കൂടി പൊരിഞ്ഞാടി. പക്ഷേ മാസ്ക് ഇട്ടേക്കുന്ന വ്യക്തി മ്യൂങ് കാണുന്ന ലിയോൺ അറിയില്ല കേട്ടോ. രണ്ടുപേരും തുല്യ ശക്തികളാണ്. ലിയോൺ ഒന്ന് കൊടുത്താൽ മ്യൂങ് രണ്ടെണ്ണം തിരിച്ചു കൊടുക്കുന്ന അവസ്ഥ. അടിയുടെ ഇടയ്ക്ക് ലിയോൺ അവന്റെ മാസ്ക് ഊരാനായിട്ട് ശ്രമിച്ചതും മ്യൂങ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി വെച്ച് ലിയോണിന്റെ ഉള്ളം കയ്യിലങ്ങ് വരഞ്ഞു വിട്ടു. ആ ഗ്യാപ്പ് നോക്കി ജ്വല്ലറി ബോക്സും എടുത്തുകൊണ്ട് ഓടാനായിട്ട് മ്യൂങ് ശ്രമിക്കുമ്പോഴാണ് ലീറാങ്ങും പിന്നെ അവന്റെ ഫ്രണ്ട്സും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ഇതെല്ലാം ലിയോൺ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്ലാൻ ആയിരുന്നു. പക്ഷേ മ്യൂങ് ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവന്മാരെ എല്ലാം വെട്ടിച്ചുകൊണ്ട് ഈസി ആയിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടുന്നു. തൊട്ടുപിറകെ അവനെ പിടിക്കാനായിട്ട് പോയ ലീറാങ് ലിയോണും കാണുന്നതോ മ്യൂങ്ങിനെ പോലെ തന്നെ മുഖം മൂടിയിട്ട ഒരുപാട് പേരങ്ങനെ നിരന്ന് നിൽക്കുക. ഒരേപോലുള്ള മാസ്ക് ആയതുകൊണ്ട് ആരെയും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. ആദ്യം എല്ലാവരുമായിട്ട് അടികൂടാൻ ശ്രമിച്ചെങ്കിലും സംശയം തോന്നി ഓരോന്നിന്റെ മാസ്ക് മാറ്റി നോക്കിയപ്പോഴോ അതൊക്കെ വെറും സാധാരണ ജനങ്ങളാണ്. മ്യൂങ് തനിക്ക് കിട്ടിയ സ്വർണ്ണങ്ങളൊക്കെ ഒരു ഗ്രാമത്തിലുള്ളവർക്ക് മുഴുവൻ വിരിച്ചു കൊടുത്തില്ലേ, അവിടെയുള്ള ജനങ്ങളായിരുന്നു അത്. തങ്ങളെ സഹായിച്ചതിന് അവർ ചെയ്തു കൊടുക്കുന്ന പ്രത്യുപകാരം. എന്നാലും അവൻ ആ ബോക്സുമായിട്ട് കടന്നു കളഞ്ഞല്ലോ. പക്ഷേ നമ്മുടെ ലിയോൺ അല്ലേ ആള്. എന്താണെന്ന് വെച്ചാൽ മ്യൂങ് കൊണ്ടുപോയത് ഡ്യൂപ്ലിക്കേറ്റ് ബോക്സ് ആയിരുന്നു. ഒറിജിനൽ ബോക്സ് നമ്മുടെ ലിയോണിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതും 3 പേരും കൂടി യോൻഹോയുടെ വീട്ടിൽ നിന്നെടുത്ത സാധനങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയണമല്ലോ. അതിലുണ്ടായിരുന്ന ഒരു കൊച്ചു ബോക്സ് തുറന്നതും അതിലുണ്ടായിരുന്ന സാധനം പെട്ടെന്ന് വല്ലാത്ത രീതിയിൽ പ്രകാശിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അതൊരു ഗോൾഡൻ സ്കെയിൽ ആണ്. അപ്പോ ഇങ്ങനൊരു സാധനം ശരിക്കും ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾ എന്തോ ഈ പറയുന്നത്? പ്രഭു, ഇതിന്റെ പേര് ഗോൾഡൻ സ്കെയിൽ എന്നാ. ഇത് കയ്യിലുള്ളവർക്ക് മരിച്ചവരെ പുനർജീവിപ്പിക്കാൻ പറ്റും. ഈ സ്കെയിൽ വെച്ച് മരിച്ചു കിടക്കുന്ന ആളുടെ നീളവും വീതിയും എല്ലാം ഒന്ന് അളന്നാൽ മാത്രം മതി. മരിച്ചവരെ പുനർജീവിപ്പിക്കുക എന്നതാണ് ഈ സ്കെയിലിന്റെ കഴിവെങ്കിൽ ആ മാസ്ക് വെച്ചവൻ എന്തിനായിരിക്കും ഇത്? ഇനി അവന് ആരെങ്കിലും പുനർജീവിപ്പിക്കണോ? അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് മ്യൂങ്ങിനെയാണ്. തിരികെ വീട്ടിൽ വരാൻ നേരം അവനെ കാത്ത് തലയിപ്പോടെ ഉണ്ടായിരുന്നു. കണ്ടിട്ട് കുറച്ചു നാളായില്ലേ, അതുകൊണ്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി. എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നതേ ഇല്ല. കുഞ്ഞുനാള് മുതൽ സ്വന്തം മകനെ പോലെ നിങ്ങൾ എന്നെ വളർത്തിയത്. ആ എന്നെ നിങ്ങൾക്ക് എങ്ങനെ ശിക്ഷിക്കാൻ തോന്നി? ഞാൻ ഇവിടെ വന്നത് ഒരു കാര്യം അറിയാനാ. നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. 100 വർഷത്തേക്ക് നിങ്ങൾ കല്ലാക്കി മാറ്റിയ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നല്ലേ? അത് മാത്രമല്ല എനിക്ക് അറിയേണ്ടത്. എന്തിനു വേണ്ടിയാ ടൈം ട്രാവൽ ചെയ്ത് നീ ഈ കാലഘട്ടത്തിലേക്ക് വന്നത്? നിന്റെ ജീവിതത്തിൽ നടന്ന മോശമായ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നീ വളരെ ടെൻഷനിലാണ്. അതുകൊണ്ടല്ലേ നിന്റെ ഈ മുഖം ആരെയും കാണിക്കാതെ നീ ഈ മാസ്ക് ഇട്ടുകൊണ്ട് നടക്കുന്നത്? എന്റെ സഹോദരനെ എനിക്ക് ജീവനോടെ തിരികെ കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ടൈം ലൈനിലേക്ക് വന്നത് പോലും. ആ ലിയോണിനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. അതിനുള്ള ശിക്ഷ ഞാൻ അവന് കൊടുത്തിരിക്കും. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതല്ല നിന്റെ ഇഷ്ടം. പക്ഷേ നല്ലോണം ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്ക്. കാരണം നീ ഇതുവരെ പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടിട്ടില്ല. അതും പറഞ്ഞ് തലയിപ്പ് എവിടുന്ന് പോകുന്നു. നിങ്ങൾ ഖേദിക്കും. എന്നെ കൊല്ലാതെ വിട്ടതിൽ നിങ്ങൾ ശരിക്കും വിഷമിക്കും. പെട്ടെന്നാണ് അവന് നെഞ്ചിലെ ഒരു വേദന പോലെ തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ അവന്റെ ഒരു സൈഡ് മുഴുവനും പാറക്കല്ല് പോലെ ഇരിക്കുവാണ്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്ന ഹോങ്ജൂനെയാണ്. പണിഷ്മെന്റ് എല്ലാം കഴിഞ്ഞ് അവള് പുറത്തേക്ക് വരുന്ന സമയത്ത് അവളെയും കാത്ത് മ്യൂങ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കേക്ക് പീസും കൊണ്ടാണ് അവൻ വന്നേക്കുന്നത്. നീ എന്റെ അരികിലുണ്ടെന്നുള്ളത് എനിക്കൊരു സ്വപ്നം പോലെ തോന്നുവാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ശരിക്കും ആരാ? എനിക്കറിയാവുന്ന മ്യൂങ് അല്ല നീ. മൗണ്ടൈൻ ഗോഡാകുന്നതിന് മുന്നേ നിനക്കൊരു ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. നിന്റെ ചുറ്റുമുണ്ടായിരുന്ന ഒരു പുൽനാമ്പിനെ പോലെ നീ സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ ലിയോണിനൊരു പ്രശ്നം വന്നപ്പോൾ സഹിക്കാൻ കഴിയാതെ കരഞ്ഞവനാണ് നീ. അന്നൊക്കെ ഞാൻ കണ്ട മ്യൂങ് അല്ല ഇപ്പോൾ എന്റെ മുന്നിലിരിക്കുന്നത്. എന്ത് ചെയ്യാനാ, എല്ലാം മാറിപ്പോയില്ലേ? ഒരിക്കലും ഞാനൊരു മൗണ്ടൈൻ ഗോഡാകാൻ പാടില്ലായിരുന്നു. നിനക്ക് ലിയോണിനല്ലേ ഏറ്റവും ഇഷ്ടം? ഒരു പക്ഷേ ഞാൻ അവനെ കൊന്നുകളഞ്ഞാല് പകരം നീ എന്നെ കൊല്ലുമോ? ഈ പ്രശ്നം നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ മാത്രമുള്ളതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രശ്നത്തിനുള്ളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിട്ടേക്ക് വല്ലേ. അതുകൊണ്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഞാൻ എന്തായാലും വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതും പറഞ്ഞ് ഹോങ്ജോ അവിടെ നടന്നു പോകുന്നു. അതേസമയം നമ്മുടെ ലിയോണൻ ഷിന്നും കൂടി നേരത്തെ ഒരു ഗോൾഡൻ സ്കെയിൽ കിട്ടിയില്ലേ, അതും എടുത്തുകൊണ്ട് ഒരു ചത്ത ഞണ്ടിന്റെ നീളവും വീതിയും എല്ലാം അളന്നെടുക്കുവാണ്. അതിന് ജീവൻ വെക്കോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. പക്ഷേ ഞണ്ടിന് ഒരു അനക്കമില്ല. നീയല്ലേ പറഞ്ഞത് ഇതേത് വലിയ നിധിയാണെന്ന്? എന്നിട്ട് ഞണ്ടെന്ന് അനങ്ങുന്ന പോലും ഇല്ലല്ലോ. ഒരു പക്ഷേ ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്? എനിക്കും അങ്ങനെ തോന്നുന്നത്. അതും പറഞ്ഞ് ലിയോൺ തന്റെ പൊക്കറ്റിൽ നിന്നും ആ കല്ലെടുക്കുന്നു. ഇത് മരണത്തിന്റെ ജീവിതത്തിന്റെയും അതിർത്തി നിയന്ത്രിക്കുന്ന കല്ല്. ഇതാണെങ്കിൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യും. ഇത് രണ്ടും വെച്ച് അവൻ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? കാത്തിരിക്കാം. എന്തായാലും ഇത് തേടി അവൻ ഇവിടെ വരാതിരിക്കില്ല. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് പുറത്തു നിന്നും ഒരു കുതിരയുടെ ശബ്ദം കേൾക്കുന്നത്. ചെന്ന് നോക്കിയപ്പോൾ അത് നമ്മുടെ ലീറാങ് ആയിരുന്നു. യോഹിക്ക് കുതിരപ്പുറത്ത് പോകണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞിരുന്നേ. അതിനുവേണ്ടി ലീറാങ് കൊണ്ടുവന്നതാണ് കുതിരയെ. പോരെ പൂരം. രണ്ടെണ്ണം കൂടി അവനായിട്ട് കളിയാക്കി വാരുവാണ്. എന്തൊക്കെ കാണണോ എന്തോ. അവളൊന്ന് ആഗ്രഹം പറഞ്ഞ ഉടനെ ഒരുത്തൻ കുതിരയും കൊണ്ടുവന്ന് കണ്ടില്ലേ? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ കുതിരപ്പുറത്തിരുന്ന് ഒരുമിച്ച് പോകുന്നത്? രണ്ടെണ്ണം വായടച്ചു വെച്ചോ. എവിടെ കേൾക്കാൻ, ആരോട് പറയാൻ? ലീറാങ് ഒരു വിധത്തിലാണ് നമ്മുടെ യോഹിയും കൊണ്ട് പുറത്തേക്ക് രക്ഷപ്പെട്ടത് പോലും. കുതിരയുടെ പുറത്ത് കയറി റൈഡ് ചെയ്യണമെന്നുള്ളത് അവളുടെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ ശരിക്കുമുള്ള ഉദ്ദേശം ദേ ഇതാണ്. നമ്മുടെ ലീറാങ്ങുമായിട്ട് ഒന്നായിട്ടിരുന്ന് കുതിരപ്പുറത്ത് കെട്ടിപ്പിടിച്ച് ദേ ഇങ്ങനെ പോകുക. അതുവഴി അവനും അവളോട് പ്രണയം തോന്നിയാലോ? പക്ഷേ അവളുടെ ആ സ്വപ്നങ്ങളെല്ലാം കാറ്റിൽ പറത്തി സംഭവിച്ചത് ദേ ഇതാണ്. കുതിരയുടെ പുറത്ത് നമ്മൾ നന്നായിട്ട് നിവർന്നിരിക്കണം. പിന്നെ വലിയ ശബ്ദങ്ങളൊന്നും
ഒന്നും ഉണ്ടാക്കി കുതിരയെ പേടിപ്പിക്കരുത്. അതെ, ഒത്തിരി നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ എന്റെ കാല് വേദനിക്കുന്നു. നീ ഒരു കാര്യം സങ്കല്പിച്ചു നോക്ക്. ഇപ്പോൾ ഒരു ശത്രു നിന്റെ തലയെ ലക്ഷ്യമാക്കി വരികയാണ്. അപ്പോഴും നീ ഇതുപോലെ സംസാരിച്ചോണ്ടിരിക്കുവോ? അപ്പോ നമ്മൾ യുദ്ധത്തിന് പോവാണോ? പാവം നമ്മുടെ യൂഹി ഒന്ന് റൊമാൻറ്റിക് ആകാമെന്ന് കരുതി വന്നതായിരുന്നു. അവളെയാണേ നമ്മുടെ ലീറാങ് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കോടാലി എറിയാൻ പഠിപ്പിക്കുന്നത്. എന്തായാലും ആള് നന്നായിട്ട് കുതിര വെട്ടിക്കാൻ പഠിച്ചു. ലീറാങ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം നന്നായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്തു. കൊള്ളാം, നീ എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കുന്നുണ്ട്. എന്റെ കൂടെ ഞങ്ങളുടെ കൊള്ളസംഘത്തിൽ ചേരാൻ താല്പര്യമുണ്ടോ നിനക്ക്? നിന്നിൽ നല്ലൊരു പോരാളിയെ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ യോഹിയാണെങ്കിൽ ലീറാങ്ങിന്റെ പറച്ചിൽ കേട്ട് കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയാതെ നിൽക്കുവാണ്. അടുത്ത ഷോട്ടിലെ ലിയോണിനെ ഷിന്നിനെയാണ് കാണിക്കുന്നത്. ലീറാങ്ങും യോഹിയും എവിടെ പോയതാണെന്ന് അറിയാതെ അവരെയും തപ്പി ഇറങ്ങിയതാണ് രണ്ടെണ്ണം കൂടി. എന്നാലും അവൻ അവളെ കൂട്ടി എവിടെ ആയിരിക്കും പോയത്? എവിടെയായാലും അവര് ഹാപ്പിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എത്രയും പെട്ടെന്ന് രണ്ടെണ്ണത്തിനെ പിടിച്ച് കെട്ടിക്കണം. അങ്ങനെ കല്യാണ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് തിരികെ ഹോട്ടലിലേക്ക് വരാൻ നേരമാണ് അവിടെ പടിക്കെട്ടിലായിട്ട് ഒരു ബാസ്ക്കറ്റ് ഇരിക്കുന്നവർ കാണുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്ത് ചെന്ന് നോക്കിയപ്പോഴോ അതിന്റെ ഉള്ളിൽ ഒരു പൊടി കുഞ്ഞായിരുന്നു. കുഞ്ഞോ, ഇതെന്താ ഇവിടെ? എന്തായാലും നമ്മുടെ ഷിന കുഞ്ഞിനെ ഏറ്റെടുത്ത ലക്ഷണമുണ്ട്. ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കേ, എങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നും? ആ കുഞ്ഞിനെ പുതച്ചിരിക്കുന്ന ടവല് കണ്ടോ? ഏതോ വലിയ സമ്പന്ന കുടുംബത്തിലെ കുട്ടിയാ. ഈ കുട്ടി എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം? ഹോങ്ജു പറഞ്ഞാൽ അവൾ ഇതിന്റെ സമ്മതിക്കുവോ? അയ്യോ മാഡം ഇതിന് ഒട്ടും സമ്മതിക്കില്ല. കേട്ടല്ലോ, അതിനെ എവിടുന്നാണ് കിട്ടിയത് അവിടെ തന്നെ കൊണ്ടുവച്ചോ? ഒരിക്കലും ഇല്ല. ഈ കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കുന്നത് വരെ ഞാൻ തന്നെ ഇവിടെ പരിപാലിക്കും. ഷിന്നിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ലിയോണിന് മനസ്സിലായി. ഇതേ സമയം ഇവിടെ കഴിക്കാനുള്ള ഫുഡെല്ലാം കൊണ്ടായിരുന്നു നമ്മുടെ യോഹി വന്നത്. നിങ്ങൾക്ക് എങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടം? അത് എന്നേക്കാൾ ശക്തനായ ഒരാളെയാണ് എനിക്കിഷ്ടം. അപ്പോ നിന്റെ ഹോബികൾ എന്തൊക്കെയാ? ഇപ്പോഴത്തെ എന്റെ മെയിൻ ഹോബി പിടിച്ചു പറയാണ്. നമ്മുടെ യോഹി ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളൊന്നും അല്ലായിരുന്നു നോക്കി കിട്ടുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കൊള്ളക്കാരനായത്? കാരണം ലിയോണിന് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മ ഞാനൊരു രാക്ഷസനാണെന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളഞ്ഞു. അന്ന് മുതൽ എന്നെ വളർത്തിയത് മുഴുവൻ ലിയോണ. പക്ഷേ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവനും എന്നെ ഇട്ടേച്ചു പോയി. കുടുംബം എന്ന് പറയാൻ നിനക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് അതുപോലും ഇല്ല. എങ്കിൽ പിന്നെ നിനക്ക് കടലിലേക്ക് തിരിച്ചു പോയിക്കൂടെ? എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട മനുഷ്യനെ പോലെ ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് പാടാൻ ഒരുപാട് ഇഷ്ടമാണ്. ഒരു വലിയ പാട്ടുകാരി ആവണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നമ്മളെ പോലെ പകുതി ഹ്യൂമൺ ആയിരിക്കുന്നവരെ ഈ ഭൂമിയിൽ ആരും അംഗീകരിക്കില്ല. അതും പറഞ്ഞ് ലീറാങ് അവിടുന്ന് നടന്നു പോകുന്നു. അവന്റെ പുറകെ ഓടാൻ നിന്നപ്പോഴാണ് പെട്ടെന്ന് യോഹി വീഴാൻ പോയത്. വീഴ്ചയില് അവളുടെ കാലും അടങ്ങിയെന്ന് മനസ്സിലായതും യോഹിയെ വലിച്ച് കുതിരപ്പുറത്ത് കയറ്റി അവളെ കൊണ്ടാണ് അവൻ അടുത്ത് പോകുന്നത്. എന്തായാലും എന്താ, വിചാരിച്ച കാര്യം നടന്നില്ലേ? അതിന്റെ സന്തോഷത്തിലാണ് പുള്ളിക്കാരി. അങ്ങനെ ഹോട്ടലിലേക്ക് തിരിച്ചു വന്ന ലീറാങ് ഷിന്നിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ്. എനിക്ക് മനുഷ്യന്റെ കുട്ടികളെ കണ്ണെടുത്താ കണ്ടൂടാ. എടാ കള്ള, നിനക്ക് സൂഹയെ എന്ത് ഇഷ്ടമായിരുന്നെന്ന് അറിയാവോ? സൂഹ ആരെന്ന് മനസ്സിലായോ? ഒന്നാമത്തെ സീസണില് ഒരു കുട്ടിയില്ലായിരുന്നോ? കുഞ്ഞുനാളില് ലീറാങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന പട്ടിക്കുട്ടിയുടെ പുനർജന്മം. അവനെ പറ്റിയാണ് ഷീൻ പറഞ്ഞതും. ആരായി സൂഹോ? അതൊന്നും നിനക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കിതിനെ വിറ്റാലോ? നിങ്ങൾ രണ്ട് സഹോദരന്മാർക്ക് മനുഷ്യത്വം എന്നൊരു സാധനമില്ലേ? കുറുക്കന്മാരെ ഞങ്ങൾക്കെതിരാണ് മനുഷ്യത്വം. അപ്പോഴേക്കും വിശന്നിട്ട് കുഞ്ഞ് കരയാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞിനെ പിടിച്ചേ, ഞാൻ പോയി കുറച്ച് ബേബി ഫോർമേലയും ഡയപ്പർ മേടിച്ചോണ്ട് വരാം. അതും പറഞ്ഞ് അവൻ കുഞ്ഞിനെ നമ്മുടെ ലിയോന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അയ്യോ പോലെ, ഞാൻ കൂടെ വരാം, എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. കുഞ്ഞിനെ ലീറാങ്ങിന്റെ കയ്യിൽ കൊടുത്തിട്ട് എസ്കേപ്പ് ആവും നോക്കിയവനെ അവൻ പിടിച്ചു നിർത്തി. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നു. അങ്ങനെ കൊച്ചിനെ രണ്ടുപേരെയും കൂടെ ഏൽപ്പിച്ചിട്ട് ഷീൻ അവിടുന്ന് പോയി. ലിയോൺ, ഞാൻ പറയുന്നത് കേൾക്ക്. നമുക്ക് ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാം. ആദ്യം അതിന് സമ്മതിക്കാതിരുന്ന ലിയോൺ പിന്നെ അതിന് സമ്മതിക്കുന്നു. യാദൃശികമായിട്ടല്ലേ കുഞ്ഞിനെ കിട്ടിയത്? യാദൃശികമായിട്ട് തന്നെ അതുപോലെ കളയാമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഏതോ ഒരു വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് രണ്ടുപേരും കൂടി അവിടെ എസ്കേപ്പ് ആവുന്നു. പോകുന്ന വഴിയിൽ സ്നേക്ക് ബെറീസ് കണ്ടതും ഹോങ്ജൂന് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അതും കൂടി കുറച്ചെടുക്കുന്നുണ്ട് ലിയോൺ. എന്നാൽ അവിടുന്ന് തിരികെ ഹോട്ടലിലേക്ക് ചെന്നപ്പോഴോ പഴയതുപോലെ തന്നെ കുഞ്ഞ് ദേ വീണ്ടും ആ പടികെട്ടിലിരിക്കുന്നു. ഇതങ്ങനെ വീണ്ടും ഇവിടെ വന്നു? ഇതാരോ മനഃപൂർവ്വം ചെയ്യുന്ന പണിയാ. ആ ഷീൻ വരുന്നതിന് മുന്നേ പെട്ടെന്ന് ഇതിനെ ഇവിടുന്ന് മാറ്റണം. അവര് വീണ്ടും ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് മറ്റൊരു വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. തിരികെ ഹോട്ടലിലേക്ക് ചെന്നപ്പോഴോ വീണ്ടും അത് തന്നെ അവസ്ഥ. കുഞ്ഞ് ദേ ഇരിക്കുന്നു. നാശം. അടുത്ത പ്രാവശ്യം അവര് കാറിൽ കുറച്ച് ദൂരെയുള്ള ഒരു വീട്ടിലാണ് കുഞ്ഞിനെ കൊണ്ടുപോയി വെക്കുന്നത്. പക്ഷേ ഒരു പ്രയോജനവും ഇല്ല. തിരികെ എത്തിയപ്പോൾ കുഞ്ഞ് വീണ്ടും അവിടെ തന്നെ. സത്യം പറ, നീ എങ്ങനെ തിരികെ വന്നത്? ഇനി ഇത് വേഷം മാറി വല്ല ഭൂതമാണോ? ഓ എനിക്ക് വയ്യ. അടുത്ത ഷോട്ടില് ഹോങ്ജൂനെയാണ് കാണിക്കുന്നത്. അവൾക്കിപ്പോ ലിയോണിന്റെ മേലെ ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടല്ലോ. അത് ക്ലിയർ ആക്കാൻ വേണ്ടി രണ്ടുപേരെ കാണാൻ വന്നിരിക്കുവാണ്. ആദ്യത്തെ എപ്പിസോഡിലെ യൂമിന്റെ പേരിട്ടെന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ ലിയോൺ രണ്ടുപേരെ തല്ലിച്ചതച്ചില്ലേ? അവരടുത്തേക്കാണ് അവളിപ്പോൾ വന്നേക്കുന്നത്. ലിയോൺ ഇപ്പോഴും മദ്യം കുടിക്കുവോ? അവനിപ്പോൾ പുക വലിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അയാൾ അതിനൊക്കെ അടിമയാണ്. അയാളുടെ കാമുകിയുടെ പേരിട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരെ എന്തോരം തല്ലിച്ചതച്ചെന്ന് അറിയാവോ? അതുകൊണ്ട് ലിയോണിന്റെ അടി കിട്ടിയവരെല്ലാം ചേർന്ന് അവനെതിരെ ഒരു വലിയ ക്ലബ്ബ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിന് നിന്റെ പേരെന്താ? മറുപടിയായിട്ട് അവരെ യൂമെന്ന് പറഞ്ഞതും അങ്ങനെ അവരുടെ ടേബിൾ അടിച്ചുടച്ചിട്ട് അവളെ തിരികെ പുറത്തേക്ക് വരുന്നു. മാത്രമല്ല അവരിൽ നിന്നും അവരെ ലിയോണിനെ കണ്ട അഡ്രസ് മനസ്സിലാക്കി. ഇവിടെ ഇതേ സമയം ആ
കുഞ്ഞിനെ അടിമുടി സ്കാൻ ചെയ്യുകയാണ് നമ്മുടെ ലിയോണും ലീറാങ്ങും. ഈ കുഞ്ഞിന്റെ നെറ്റിയിലെ ഈ കുത്തുകൾ കണ്ടോ? ഇതിന്റെ അർത്ഥം ലെക്ക് കൊണ്ടുവരുന്നുവെന്നാണ്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. നമ്മൾ എന്തോ ചെയ്താലും അവൾ വീണ്ടും വീണ്ടും തിരികെ വരുന്നു. പെട്ടെന്നാണ് കുഞ്ഞ് കരയാൻ തുടങ്ങിയത്. അതെന്തിനാ കരയുന്നത്? എനിക്കറിയില്ല. കൊച്ചെ കരയാതെ. അതും പറഞ്ഞ് ലിയോൺ കുറച്ച് ക്യാഷ് എടുത്ത് കൊച്ചിന് നേരെ നീട്ടി. കരയാതിരുന്നാൽ ഇത് തരാം. ഞാൻ ഇത് കളിക്കാൻ കൊടുത്താലോ? നീ കൊച്ചിനെ കൊല്ലുവോ? അതും പറഞ്ഞ് ലിയോൺ കുഞ്ഞിനെ കയ്യിലേക്ക് എടുക്കുന്നു. അവൻ എടുത്തപ്പോഴേക്കും കുഞ്ഞ് കരച്ചിൽ നിർത്തിയിരുന്നു. വീണ്ടും താഴെ വെച്ചാലോ? അപ്പൊ കരച്ചിൽ തുടങ്ങും. അതിന്റെ ഇടയ്ക്കാണ് ഈ കൊച്ചു മൂത്രം ഒഴിക്കുന്നത്. അതോടെ അടുത്തതായിട്ട് കുഞ്ഞിനെ ആര് വൃത്തിയാക്കുമെന്നുള്ള തർക്കമായിരുന്നു. രണ്ടുപേരും വിട്ടുകൊടുക്കില്ല. ഒടുക്കം പന്തയം തന്നെ വെച്ചു. കളി തോക്കുന്നവര് കുഞ്ഞിനെ നോക്കണം. കളി തുടങ്ങിയതും അന്തസ്സായിട്ട് നമ്മുടെ ലീറാങ് തനങ്ങ് തോറ്റു. അതോടെ ഷിൻ വരുന്നത് വരെ കുഞ്ഞിനെ നോക്കേണ്ട ചുമതല അവനാണ്. അതിന്റെ കലിപ്പില് കൊച്ചിന്റെ അടുത്ത് വന്ന് അവൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? എനിക്ക് ഈ ലോകത്ത് ഇഷ്ടമല്ലാത്ത ഒരേ ഒരു കാര്യം മനുഷ്യന്മാരാണ്. എന്നാൽ അവൻ ഈ പറയുന്നതെല്ലാം കേട്ട് കൊച്ചു ചിരിക്കുകയാണ് ചെയ്യുന്നത്. മിണ്ടി പോകരുത്, എന്നെ നോക്കി ചിരിക്കുന്നോ? ഇതേ സമയം പുറത്തിരുന്ന് കുറച്ച് ശുദ്ധമായി ശ്വസിക്കുകയാണ് നമ്മുടെ ലിയോൺ. പക്ഷേ അകത്ത് കുഞ്ഞിന്റെ കരച്ചിലൊന്നും കേൾക്കുന്നില്ല. ചെന്ന് നോക്കിയപ്പോഴോ കുഞ്ഞ് നല്ല ഉറക്കം. നീയാണോ കുഞ്ഞിനെ ഉറക്കിയത്? എന്നാൽ ലീറാങ്ങിന്റെ പരിങ്ങിലുണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ അവൻ കുഞ്ഞിനെ ലൈറ്റ് ആയിട്ട് കുറച്ച് മദ്യം കൊടുത്തതാ. നീ എന്ത് പണിയടായി കാണിച്ചത്? അന്നേരമാണ് ഓടി പിടിച്ച് നമ്മുടെ ഷിന്ന അങ്ങോട്ടേക്ക് വരുന്നത്. ഹോങ്ചു വന്നിട്ടുണ്ട്, നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുവാ. ലീറാങ്, നീ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ കാണാൻ ഒളിച്ചിരി. ഹോങ്ചു കുഞ്ഞിനെ കണ്ട പ്രശ്നമാ. അതും പറഞ്ഞ് ഷിൻ ലിയോണുമായിട്ട് പോകുന്നു. അകത്തേക്ക് ചെന്ന് നോക്കിയതും വളരെ വ്യത്യസ്തമായ ഗെറ്റപ്പിലായിരുന്നു ഹോങ്ചു ഉണ്ടായിരുന്നത്. ഡ്രഗ്സ് പോലുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ. നീ ഇപ്പൊ കഞ്ചാവ് വലിക്കാൻ തുടങ്ങിയോ? എനിക്ക് വലിക്കാൻ തോന്നി, ഞാൻ വലിക്കുന്നു. അതും പറഞ്ഞ് അവളെ വീണ്ടും പുകവലിക്കാനായിട്ട് പോയതും ലിയോൺ അത് പിടിച്ചു മാറ്റുന്നു. നിനക്കെന്താ വട്ടായോ? അവന്റെ ഈ പെരുമാറ്റമെല്ലാം ഹോങ്ചു നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്ന പഴയ ലിയോൺ ഇവനായിരുന്നെങ്കിൽ ഒരിക്കലും അവനിത് വലിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ ലിയോണിന് നല്ല ബോധമുണ്ട്. മാത്രമല്ല ഇതിന്റെ ഒന്നും സ്മെല്ല് പോലും അവന് പിടിക്കുന്നില്ല. ഞാൻ നിന്നോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. അതിനെല്ലാം എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം വേണം. വേണമെങ്കിൽ നിനക്കും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാ? ഹോങ്ചുവിന് തന്റെ മേലെ ഒരു ഡൗട്ട് ഉണ്ടെന്ന് അവളുടെ ഈ ചോദ്യം കേട്ടപ്പോഴേ ലിയോണിന് മനസ്സിലായി. നമ്മുടെ ആദ്യത്തെ മീറ്റ് ഞാൻ എങ്ങനെ മറക്കാനാ? എന്നെ കണ്ടയുടനെ കത്തിയെടുത്ത് കുത്താൻ പോയോളല്ലേ നീ. ഇനി എന്റെ ചോദ്യം, നീ ആ മുഖംമൂടിക്കാരനെ കണ്ടുപിടിച്ചോ? അതൊക്കെ എപ്പോഴേ കണ്ടുപിടിച്ചു. ഇനി എന്റെ ചോദ്യം, ഏതവസരത്തിലായാലും നമ്മൾ 3 പേരും പരസ്പരം പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ നമ്മൾ തകർത്താലോ? അറിയാം, പരസ്പരം മരിക്കേണ്ടി വരും. ഇനി എന്റെ ചോദ്യം, ആ മുഖംമൂടിക്കാരന് ഞാൻ ആരാണെന്നുള്ള സത്യം അറിയാവോ? എന്നാൽ ഹോങ്ചുവിന് അതിനുള്ള മറുപടി കൊടുക്കാനായില്ല. അതുകൊണ്ട് തന്നെ ലിയോണിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവളൊന്ന് റൊമാന്റിക് ആയിട്ട് ഇടപെടുക്കാൻ നോക്കി. പക്ഷേ ആ പരിപാടിയൊന്നും നമ്മുടെ ലിയോണിന്റെ അടുത്ത് നടക്കത്തില്ലല്ലോ. അവൻ അവന്റെ കോട്ട് ഒരു അവൾക്കങ്ങ് ഇട്ടുകൊടുത്തു. ഇപ്പോഴാ കാണാൻ സുന്ദരിയായത്. അതും പറഞ്ഞ് അവൻ നേരത്തെ കുറച്ച് സ്നേക്ക് ബെറീസ് പറിച്ചില്ലായിരുന്നോ? അത് ഹോങ്ചുവിന് കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. മൗണ്ടൈൻ കോടാകാനുള്ള ട്രെയിനിങ് നടക്കുന്ന സമയം ലിയോൺ നോക്കുമ്പോൾ ഹോങ്ചു ഒറ്റയ്ക്കിരുന്ന് കരയുന്നതാണ് കാണുന്നത്. നീ എന്തിനാ കരയുന്നത്? എനിക്ക് വീട്ടിൽ നിന്ന് കത്ത് വന്നു, എന്റെ അനിയന് ഒട്ടും വയ്യ. അതിനെന്തിനാ എങ്ങനെ ഇരുന്ന് കരയുന്നത്? ചീഫിന്റെ പെർമിഷൻ മേടിച്ചോണ്ട് വീട്ടിലോട്ട് പോയിക്കൂടെ? ഞാൻ ചോദിച്ചതാ. പക്ഷേ മൗണ്ടൈൻ കോടാവാതെ ഇവിടെ വിട്ട് പോകാൻ പറ്റില്ലെന്നാ പറയുന്നത്. അല്ലേലും ഈ ചീഫ് പണ്ടേ അങ്ങനാ. നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. അതും പറഞ്ഞ് അവൻ കാടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നു. അല്പനേരം കഴിഞ്ഞ് ഹോങ്ചുവിന്റെ അടുത്തേക്ക് വന്ന ലിയോണിന്റെ കയ്യിലായിട്ട് സ്നേക്ക് ബെറീസ് ഉണ്ടായിരുന്നു. ഇത് കഴിച്ചാല് നമ്മുടെ സങ്കടങ്ങളെല്ലാം പെട്ടെന്ന് മാറും. ഇതിന്റെ പേര് സ്നേക്ക് ബെറീസ് എന്നല്ലേ? എനിക്കെന്തെങ്കിലും പറ്റുവോ? ഇത് കഴിക്കുന്നതിന് മുന്നേ ഒരു കൺപീലി പറിച്ചെടുത്താ മതി. അപ്പോ നമ്മളെ വിഷം തീണ്ടില്ല. ലിയോൺ പറഞ്ഞതുപോലെ ഒരു കൺപീലി പിഴുതെടുത്ത ശേഷം ഹോങ്ചു ആ ബെറീസ് കഴിക്കുന്നു. അന്ന് മാത്രമല്ല, ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് അവൾ ആ ബെറീസ് കഴിക്കുന്നത്. അന്നേരമാണ് അവൾ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് വരുന്നതും. നമ്മൾ മഞ്ചൂറിയയിലേക്ക് പോകാൻ പോകുക, എത്രയും പെട്ടെന്ന് എന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യണം. അടുത്ത ഷോട്ടിൽ കാണിക്കുന്ന യൂൻഹോനെയാണ്. അവളുടെ അച്ഛൻ അന്ന് പുതിയതായിട്ട് ഒരു ഗോൾഡ് മൈൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. എന്നാൽ യൂൻഹോൻ ഇതൊന്നും തീരെ പിടിക്കുന്നതേ ഇല്ല. ആദ്യത്തെ പാർട്ടില് അവളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി ഒരാൾ പിടിച്ചുകൊണ്ട് പോയില്ലായിരുന്നു. അയാൾ അങ്ങോട്ടേക്ക് വരുന്നു. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങളൊരു ന്യൂസ് കിട്ടി വന്നതാ. സ്വർണ്ണക്കനികൾ ഉള്ളിടത്തെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരാൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആൾക്കാർ അയാളെ ഭാഗ്യത്തിന്റെ ചിഹ്നമായിട്ടാണ് കരുതുന്നത്. തലയിലെ കൂടെ പോലൊരു തൊപ്പി കാണും. ആടിന്റെ പോലെ താടിയും വെച്ച് എപ്പോഴും ക്യാറ്റ് തിന്നുകൊണ്ട് നടക്കുന്ന ഒരാൾ. ഇതൊക്കെ ഒരു അടയാളമാണോ? അതും പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരെല്ലാം അയാളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ആ നിമിഷമാണ് ഇവര് പറഞ്ഞതുപോലുള്ള ഒരാൾ ആ മൈനിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നത്. തൊപ്പിയും താടിയും ക്യാരറ്റും എല്ലാം കറക്റ്റ്. ആ നിമിഷം തന്നെ അയാൾ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അടുത്ത ഷോട്ടിലെ ലീറാങ്ങിനെയാണ് കാണിക്കുന്നത്. കുഞ്ഞിനെയും കൊണ്ട് എവിടെയൊക്കെ വന്നതാണ് അവൻ. അന്നേരമാണ് അവിടെ കുറെ ആൾക്കാർ കൂടിയിരുന്ന് പന്തയം പോലെ എന്തോ കളിക്കുന്നത് കാണുന്നത്. 3 കപ്പുകളിൽ ഒന്നിലൊരു കട്ട വെച്ചിട്ട് അത് പരസ്പരം മാറ്റിവെക്കും. ഏത് കപ്പിനുള്ളിലാണ് കട്ടയെന്ന് പറയുന്നവർക്ക് പൈസ മുഴുവനും കിട്ടുകയും ചെയ്യും. ലീറാങ് പൈസ വെച്ച് തെറ്റായ കപ്പ് സെലക്ട് ചെയ്തതും ആ കുഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള കപ്പിന് നേരെ കൈ ചൂണ്ടുന്നു. ആദ്യത്തെ തവണ ലീറാങ്ങിന് അതങ്ങോട്ട് കത്തിയില്ല. എന്നാൽ വീണ്ടും വീണ്ടും അവൾ കറക്റ്റ് ആയിട്ടുള്ള കപ്പ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതോടെ കാര്യം മനസ്സിലായ ലീറാങ് ആ കുഞ്ഞ് പറയുന്നത് തന്നെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. അവസാനം സകല പണവും തൂത്തുവാരി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ കുഞ്ഞ് ഇത്രയും ലക്കിയാണെന്ന് അവർ അറിഞ്ഞില്ല. ആ സന്തോഷത്തില് തിരികെ വീട്ടിലേക്ക് വരാൻ നേരം കുഞ്ഞിന് കളിക്കാനുള്ള പാവ, കഴിക്കാനുള്ള ഫുഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മേടിച്ചുകൊണ്ടാണ് വരുന്നത്. സത്യം പറയടാ, നിനക്ക് ഇതൊക്കെ മേടിക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടി? അതും ചോദിച്ച് ലിയോൺ വന്ന് ലീറാങ്ങിനെ തപ്പി നോക്കുമ്പോൾ അവന് കുറെ പൈസ കിട്ടുന്നു. നിനക്ക് നാണമുണ്ടോടാ കുഞ്ഞിനെ വെച്ച് പന്തയം കളിക്കാൻ? ഞാൻ പറയുന്നത് കേൾക്ക്. ഈ കുഞ്ഞ് എന്തൊരു ലക്കിയാണെന്ന് അറിയാവോ? ഇവള് പറഞ്ഞത് സെലക്ട് ചെയ്തോണ്ടാ എനിക്ക് ഇത്രയും പണം കിട്ടിയത് പോലും. ഇത്രയും നേരം ആ കുഞ്ഞിനെ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ലീറാങ് പോലും ഇപ്പോൾ അതിന്റെ കഴിവ് കണ്ട കുഞ്ഞിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. നമ്മുടെ
ലിയോണിന് ഇതെല്ലാം കണ്ട് വട്ടെടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്ന മ്യൂഖിനെയാണ്. തന്റെ ജ്യേഷ്ഠന്റെ കല്ലറയ്ക്ക് മുന്നിലിരുന്ന് പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് അവൻ. ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു പെണ്ണിനെ സോംബിയാക്കി മാറ്റിയിട്ടില്ലേ, അവന്റെ തൊട്ടടുത്ത് തന്നെ ആ പെണ്ണിനെ കെട്ടിയിട്ടുണ്ട്. പിറ്റേന്ന് നേരം വെളുത്തത് 3 പേരും കൂടി കുഞ്ഞിന് ഏത് പേരിടുമെന്നുള്ള ചർച്ചയിലാണ്. കൊക്കോ എന്ന് വിളിച്ചാലോ? അയ്യേ, അത് വേണ്ട, മനുഷ്യന്മാർക്ക് ഇടുന്ന വല്ല പേരും വിളി. ഗുമിഹോ? അത് ശരിയാ, ഗുമിഹോയിലെ മീഹോ എടുത്തിട്ട് മീഹോ എന്ന് വിളിച്ചാലോ? നിങ്ങളുടെ കുടുംബ പേരും കൂടി ചേർത്ത് ലീ മീഹോ. അങ്ങനെ ഷിന്നും ലിറാങ്ങും കൂടി ചേർന്ന് കുഞ്ഞിന് മീഹോ എന്ന് പേരിടുന്നു. ഇതേ സമയം നേരത്തെ ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയില്ലേ, അങ്ങേരെ അടിച്ചടിച്ചൊരു പരവുമാക്കിയിട്ടും വാ തുറന്ന് ഇതൊരു അക്ഷരം ഇണ്ടിട്ടില്ല. ദിവസം മുഴുവനും ആ ക്യാരറ്റ് നിന്നുകൊണ്ടൊരു ഒറ്റ ഇരിപ്പാണ്. രാജ്യത്തുള്ള എല്ലാ സ്വർണ്ണക്കരികളിലും ഇവനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ സ്വർണ്ണമുണ്ടെങ്കിലും ഇവനെ അറിയാൻ പറ്റും. ഡാ, മര്യാദയ്ക്ക് സ്വർണ്ണം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോ. എന്നാൽ എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും അങ്ങേർക്കൊരു കുലുക്കവും ഇല്ല. അവസാനം ആ പോലീസുകാരൻ അയാളുടെ കെഞ്ചാൻ തുടങ്ങി. നിനക്ക് എന്താ വേണ്ടത്? എനിക്കൊരു കുഞ്ഞിനെ കണ്ടെത്തിത്താ, എങ്കിൽ സ്വർണ്ണം എവിടെ ഉണ്ടെന്ന് ഞാൻ പറയാം. അത് കേൾക്കേണ്ട താമസം. പോലീസുകാർ മുഴുവനും നെറ്റിയിൽ 7 മറുകുള്ള കുഞ്ഞിനെ തപ്പി ഇറങ്ങി. അതിന്റെ ഫോട്ടോ വരച്ച് നാട് മുഴുവൻ ഒട്ടിച്ചിട്ടുണ്ട്. ആളെ മനസ്സിലായില്ലേ? നമ്മുടെ മീഹോ തന്നെ. ആരാണോ കുഞ്ഞിനെ കണ്ടുപിടിച്ചു കൊടുക്കുന്നത് അവർക്ക് 1 മില്യൺ വോണാണ് റിവാർഡ്. എന്നാൽ ഇതൊന്നും അറിയാതെ അതേ റോഡിൽ കൂടെയാണ് ഈ കുഞ്ഞിനെ തള്ളിക്കൊണ്ട് 3 എണ്ണം കൂടെ നടന്നു വരുന്നത്. അന്നേരമാണ് മീഹോയുടെ ഫോട്ടോ അവിടെ ഒട്ടിച്ചേക്കുന്നത് അവർ കാണുന്നത്. അതും നോക്കി അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ നിന്നിരുന്ന ഒരു കള്ളുകൂടിയൻ കൃത്യമായിട്ട് നമ്മുടെ മീഹോയെ കാണുന്നത്. പിന്നെ പറയണ്ടല്ലോ, നാട് മുഴുവൻ ഇളകി മറിഞ്ഞു. നാട്ടുകാരും പോലീസുകാരും എല്ലാം അവരുടെ പുറകെ. ലിയോണും ലീറാങ്ങും കൂടി കുഞ്ഞിനെ കൊണ്ട് ഓടടാ ഓട്ടം. അവരുടെ തൊട്ട് പിറകെ നാട്ടുകാരും പോലീസുകാരും. ഓടി ഓടി അവസാനം 2 പേര് 2 വഴി കൂടി. പോലീസിന്റെ വഴി മാറ്റാനായിട്ട് ലിയോണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മറ്റൊരു വഴി കൂടി. കുഞ്ഞിനെ കിടത്തിയിരുന്ന ട്രോളിയുമായിട്ട് ലീറാങ് മറ്റൊരു വഴിക്കും. സ്വാഭാവികമായിട്ടും പോലീസുകാരെല്ലാം ലീറാങ്ങിന്റെ പുറകെയല്ലേ പോത്തുള്ളൂ. നല്ല അസലായിട്ട് എല്ലാത്തിനെ പറ്റിച്ചു. അതേസമയം രക്ഷപ്പെട്ടോടിയ ലിയോണ് ഓടിച്ചെന്ന് കയറുന്നത് ഒരു ബസ്സിനകത്താണ്. എന്നാൽ പാര പോലെ അവിടെയുള്ള ആൾക്കാർ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞു. അവസാനം ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ടിക്കറ്റ് പോലും എടുക്കാതെ ഒരു തിയേറ്ററിലാണ് ചെന്നിരുന്നത്. പക്ഷേ പോലീസുകാർ വിടാതെ പുറകെ പിടിച്ചേക്കുവാണ്. ഒടുക്കം അവിടുന്ന് ഇറങ്ങി ഓടി. അവസാനം ഓടി ഓടി തളർന്നതും പോലീസുകാര് അവന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അത്രയും നേരം ഓടിക്കൊണ്ടിരുന്ന ലിയോണ് ആ നിമിഷം അവിടെ നിൽക്കുന്നു. ശേഷം കുഞ്ഞിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാസ്ക്കറ്റിലായിട്ട് സേഫ് ആയിട്ട് വെച്ചു. പിന്നീട് നേരെ ആ പോലീസുകാരുടെ അടുത്തേക്ക് ചെന്ന് സകലത്തിനെ തൂത്ത് പറക്കിട്ട് അടിക്കാൻ തുടങ്ങി. കുഞ്ഞ് കയ്യിലിരിക്കുന്നത് കണ്ടില്ലേടാ, എന്നിട്ടാണ് വെടിവെക്കുന്നത്. ഇവിടെ ഇത്രയും സീരിയസ് ആയിട്ട് അടി നടക്കുന്നതിന്റെ ഇടയിലാണ് ഒരു വയസ്സായ ആൾ ട്രക്കുമായിട്ട് വന്നിട്ട് അവിടെ നിരത്തി വെച്ചിരുന്ന തുണി ഇട്ടിരുന്ന ബാസ്ക്കറ്റ് മുഴുവൻ എടുത്ത് ട്രക്കിലേക്ക് വെക്കുന്നത്. ആ കൂട്ടത്തില് നമ്മുടെ മീഹോയുടെ ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു കുഞ്ഞുള്ള കാര്യമൊന്നും അയാൾക്കറിയില്ലല്ലോ. അങ്ങനെ അവസാനം അടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ലിയോൺ വന്ന് നോക്കിയപ്പോഴോ അവിടെ കുഞ്ഞുമില്ല, ബാസ്ക്കറ്റും ഇല്ല. കുഞ്ഞിനെയും തിരക്കി അവൻ അവിടെ മുഴുവൻ ഓടി നടക്കാൻ തുടങ്ങി. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ഷിനിനെയാണ്. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ നമ്മുടെ യോഹിയുടെ കടയിലേക്കാണ് ഓടി കയറുന്നത്. ഹായ്, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ലീറാങ്ങിന്റെ കൂട്ടുകാരനാ. ഒരു ഡ്രസ്സ് വേണമായിരുന്നു. അതും പറഞ്ഞ് അവളോട് അനുവാദം പോലും ചോദിക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ള ഷർട്ട് എടുത്ത് കിട്ടു. കൊള്ളാലോ, പൈസ ലീറാങ് തന്നോളും കേട്ടോ. യോഹി ആണെങ്കിൽ ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ്. അവൻ അവിടുന്ന് പോയതിന്റെ പിറകെയാണ് നമ്മുടെ യൂൻഹോ അങ്ങോട്ടേക്ക് വരുന്നത്. ആ പൂവിന്റെ ഡിസൈനുള്ള വെള്ള ഷർട്ട് എന്തിയേ? അത് എനിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്നതാ. അതോ അത് ഇന്നലെ തന്നെ വിറ്റുപോയിരുന്നു. അത് കേട്ടതും യൂൻഹോക്ക് നല്ല ദേഷ്യം വരുന്നു. ആ ദേഷ്യത്തിന് അവൾ പുറത്തേക്ക് നടന്നു പോയപ്പോഴാണ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഷിൻ നടന്നു വരുന്നത് കാണുന്നത്. അതും കടയിൽ നിന്ന് മേടിച്ച അതേ ഡ്രസ്സ്. യൂൻഹോയെ കണ്ട് അവൻ അറിയാത്ത പോലെ നടന്നു പോകാൻ നോക്കിയെങ്കിലും അവള് കൃത്യമായിട്ട് പിടിച്ചു. ഈ ഷർട്ട് എന്റെയാ, അബദ്ധത്തിന് നിങ്ങൾക്ക് വിറ്റതാ അവര്. അതൊന്നും എനിക്കറിയില്ല, ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. അതും പറഞ്ഞ് കുറച്ച് ഗമയിട്ട് പോകാൻ നോക്കിയതും യൂൻഹോ പെട്ടെന്ന് തന്നെ അവിടെ പിടിച്ചു നിർത്തി. ഈ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളല്ലേ അന്ന് എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയത്? അടുത്ത ഷൂട്ടിൽ കാണിക്കുന്ന ലിയോണിനെയാണ്. എത്രയൊക്കെ അന്വേഷിച്ചു നോക്കിയിട്ടും കുഞ്ഞിനെ ഇതുവരെ കിട്ടിയില്ല. ആ സങ്കടത്തിൽ ഹോട്ടലിലേക്ക് ചെന്നപ്പോഴോ ദേ പഴയതുപോലെ പടിക്കെട്ടിലായിട്ട് കുഞ്ഞ് വീണ്ടും തിരികെ വന്നിട്ടുണ്ട്. കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ അവൻ ഓടിപ്പോയി അതിനെ വാരിയെടുക്കുന്നു. സോറി മീഹോ, എന്നോട് ക്ഷമിക്ക്. ഇനി മുതല് ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പിറ്റേന്നായതും ആ ഹോട്ടലിലുള്ളവർക്കായിരുന്നു പണി മുഴുവനും. അവിടെ വൃത്തിയാക്ക്, ഇവിടെ വൃത്തിയാക്കെന്ന് പറഞ്ഞ് ഒടുക്കത്തെ ബഹളം. ഒരു പൊടിക്കുഞ്ഞുള്ളതല്ലേ, അതുകൊണ്ട് ഒരു പൊടി പോലും എങ്ങും കാണാൻ പാടില്ലെന്നാണ് ആളുടെ ഓർഡർ. ജോലിക്കിടയിൽ ഒരാള് മാറിയിരുന്ന് സിഗരറ്റ് വലിച്ചതും അതിനെ പോലും ലിയോൺ സമ്മതിച്ചില്ല. സിഗരറ്റിന്റെ സ്മെല്ലാണ് ഇനി ഇവിടെ കിട്ടിയാൽ മൊത്തത്തില് ആ ഹോട്ടല് തന്നെ അവ അഴിച്ചു പണിയുന്നു. കൂട്ടത്തില് ഇപ്പോൾ കുഞ്ഞിനെ കിട്ടിയതിലെ ഏറ്റവും സന്തോഷിക്കുന്നത് ലിയോൺ ആണ്. കുഞ്ഞിനെ കയ്യിൽ വെച്ച് പാട്ട് വരെ പാടിക്കൊടുക്കുന്നുണ്ടവൻ. ഒരു പക്ഷേ പ്രകൃതിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ സന്തോഷമായിരിക്കാം. ഒരുപാട് പൂക്കൾ അവിടേക്ക് പറന്നു വീഴുന്നുണ്ട്. എല്ലാം കൊണ്ട് വളരെ മനോഹരമായ ഒരു ക്ലൈമറ്റ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പോലീസുകാരന്മാരെ ഇവർ താമസിക്കുന്ന ഹോട്ടലിൽ തേടി പിടിച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോ നമ്മൾ അന്വേഷിച്ചു വന്ന കുട്ടി ഇതാണല്ലേ? നിങ്ങൾ ആരാ? ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലെ ഡിറ്റക്റ്റീവാ അതിന്. എന്നാൽ അത് അയാൾക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഇതേ ഹോട്ടലിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണാണ് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തതും. മര്യാദയ്ക്ക് കൊച്ചിനെ തന്നോ, ഇല്ലെങ്കിൽ ഇവരായിരിക്കും ഇതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നത്. ആരോടാണ് ഭീഷണി? നമ്മുടെ ലിയോണിനും ലീറാങ്ങിനോടും. നടക്കുന്ന കാര്യമാണോ? ആദ്യം ഞാൻ ചവിട്ടട്ടെ? വേണ്ട, നമുക്ക് ഒരുമിച്ച് ചവിട്ടാം. പിന്നീട് അങ്ങോട്ട് 2 പേരുടെയും മാറാട്ടായിരുന്നു.
അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് 5ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. 6ാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണുവരെ നന്ദി.